അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE in association with Joya Lucas. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 16 വെള്ളിയാഴ്ച. ഇന്ത്യൻ സേനയ്ക്കായി പ്രതിരോധ ബജറ്റിൽ 50,000 കോടി രൂപ കൂടി വർദ്ധിപ്പിക്കാൻ തീരുമാനം. പുതിയ ആയുധങ്ങൾ വാങ്ങാനും സൈനിക രംഗത്തെ ഗവേഷണത്തിനുമായിരിക്കും പണം അനുവദിക്കുക. ഇതോടെ പ്രതിരോധ ബജറ്റ് 7 ലക്ഷം കോടി രൂപ കടക്കും. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ സായുധ സേനയ്ക്കായി 6.81 ലക്ഷം കോടി രൂപ നീക്കിവച്ചിരുന്നു. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ അധിക തുക അനുവദിക്കാൻ അനുമതി തേടും. പാകിസ്ഥാന്റെ പിന്തുണയോടെയുള്ള തീവ്രവാദത്തെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ തുറന്നുകാട്ടാൻ വിവിധ രാജ്യങ്ങളിലേക്ക് MP-മാരുടെ സംഘത്തെ അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിലെ പാക് ബന്ധം, ഓപ്പറേഷൻ സിന്ദൂർ എന്നിവ വിശദീകരിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികൾ അടങ്ങുന്നതാകും സംഘം. ജമ്മുകാശ്മീരിലെ ചൈനാബ് നദിയിലെ ജലവൈദ്യുത പദ്ധതികളുടെ ഭാഗമായ സലാൽ, ബഗ്ലിഹാർ അണക്കെട്ടുകളിലെ എക്കൽ നീക്കൽ നടപടിയുമായി ഇന്ത്യ മുന്നോട്ട്. എക്കൽ നീക്കുന്നത് മാസം തോറും നടത്താൻ ഇന്ത്യ നടപടികൾ തുടങ്ങിയതായാണ് റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ എതിർപ്പ് ഇനി കണക്കിലെടുക്കില്ല. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കാനിരിക്കുന്ന പണിമുടക്കിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർ പങ്കെടുക്കുന്നതിന് എതിരെ മുഖ്യമന്ത്രിക്ക് പരാതി. സർക്കാർ ജീവനക്കാർ പണിമുടക്കുന്നതിനെതിരായ ഹൈക്കോടതി വിധി ലംഘിച്ചാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ പണിമുടക്കെന്നാണ് പരാതി. മലപ്പട്ടത്തെ പ്രകോപന മുദ്രാവാക്യത്തിൽ യൂത്ത് കോൺഗ്രസിന് താക്കീതുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. ധീരജിനെ കുത്തിയ കത്തിയുമായി വന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു പുഷ്പചക്രം കരുതി വയ്ക്കുമെന്നായിരുന്നു KK രാഗേഷിന്റെ പരാമർശം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മൂട്ടയുടെ സ്ഥാനമാണ് നൽകുന്നതെന്നും മൂട്ടയെ കൊല്ലാൻ ആരും കൊടുവാൾ എടുക്കാറില്ലെന്നും രാഗേഷ് കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പതാക SFI കത്തിച്ചെന്ന് ആരോപിച്ച് കണ്ണൂർ പാനൂരിൽ കോൺഗ്രസിന്റെ പോലീസ് സ്റ്റേഷൻ ഉപരോധം. മലപ്പട്ടത്തെ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് വൈകിട്ട് SFI നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെ കോൺഗ്രസ് ബ്ലോക്ക് ഓഫീസിൽ കയറി കൊടികൾ എടുത്തുകൊണ്ടുപോയി കത്തിച്ചെന്നാണ് ആരോപണം. പോലീസ് സ്ഥലത്ത് എത്തിയിട്ടും നടപടി സ്വീകരിക്കാത്തതിലായിരുന്നു പ്രതിഷേധം. KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റുന്ന കാര്യം ചർച്ച ചെയ്തില്ലെന്ന K സുധാകരന്റെ വാദം തള്ളി ഹൈക്കമാൻഡ്. അധ്യക്ഷ പദവിയിലെ മാറ്റം സംബന്ധിച്ച് 2 തവണ സുധാകരനുമായി സംസാരിച്ചെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം അറിയിച്ചു. ദീപാദാസ് മുൻഷി റിപ്പോർട്ട് തയ്യാറാക്കിയത് സംസ്ഥാന നേതാക്കളെ കേട്ട ശേഷമാണെന്നും സുധാകരൻ സജീവമല്ലെന്നും അനാരോഗ്യമുണ്ടെന്നും ദീപയെ ധരിപ്പിച്ചത് സംസ്ഥാന നേതാക്കളാണെന്നും ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറയുന്നു. തെരഞ്ഞെടുപ്പ് വർഷമാണ് മുന്നിലുള്ളതെന്ന് ഓർമ്മിക്കണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. അധ്യക്ഷ പദവിയിലെ K സുധാകരന്റെ അതൃപ്തിയും KPCC പുനഃസംഘടനയിലെ കോൺഗ്രസ് നേതാക്കളുടെ അതൃപ്തിയുമായും ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡുകൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. കേന്ദ്രം കേരളത്തിന് നൽകിയത് 760 കോടി രൂപയാണെന്ന് ഇവിടെ മറച്ചുവെക്കുന്നുവെന്നും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പേരുമാറ്റി നടപ്പാക്കുകയാണ് കേരളത്തിലെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ പരസ്യത്തിൽ പദ്ധതിയുടെ കേന്ദ്ര സർക്കാർ വിഹിതം എത്രയെന്ന് മറച്ചുവെച്ചുവെന്നും അവർ പറഞ്ഞു. ഗഡ്കരി കൊടുത്ത റോഡിൽ നിന്ന് റിയാസ് സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ കേന്ദ്രം എത്ര നൽകിയെന്ന് കൂടി പറയണമെന്നും അവർ പറഞ്ഞു. പത്തനംതിട്ട കോന്നിയിൽ കാട്ടാന ചെരിഞ്ഞ സംഭവത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചയാളെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ബലമായി ഇറക്കിക്കൊണ്ടുപോയ സംഭവത്തിൽ വീഴ്ച പറ്റിയത് MLAക്കെന്ന് അന്വേഷണ റിപ്പോർട്ട്. ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ തയ്യാറാക്കിയ റിപ്പോർട്ട് വനം മന്ത്രിക്ക് കൈമാറി. MLAയുടേത് അപക്വമായ പെരുമാറ്റമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും റിപ്പോർട്ടിലുണ്ട്. സംസ്ഥാനത്ത് പ്രാക്ടീസ് ചെയ്യാൻ യോഗ്യതയില്ലാത്ത അഭിഭാഷകരുടെ പട്ടിക പുറത്തുവിട്ട് ബാർ കൗൺസിൽ ഓഫ് കേരള. അഖിലേന്ത്യാ ബാർ പരീക്ഷ പാസ്സാകാത്ത കേരളത്തിലെ അഭിഭാഷകരുടെ പട്ടികയാണ് പുറത്തുവിട്ടത്. 1157 അഭിഭാഷകർ പ്രാക്ടീസ് ചെയ്യാൻ പൂർണ്ണ യോഗ്യരല്ലെന്നാണ് ബാർ കൗൺസിൽ വ്യക്തമാക്കുന്നത്.
ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച പ്രതി അഡ്വക്കേറ്റ് ബെയ്ലിൻദാസ് റിമാൻഡിൽ. തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതിയാണ് ബെയ്ലിൻദാസിനെ ഈ മാസം 27 വരെ റിമാൻഡ് ചെയ്തത്. ബെയ്ലിൻദാസിന്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നത് നാളത്തേക്ക് മാറ്റി. ജാമ്യം നൽകരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഗൗരവമായ കുറ്റകൃത്യമാണ് ബെയ്ലിൻദാസ് നടത്തിയിരിക്കുന്നതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. കോടതിയുടെ തീരുമാനം എന്തുതന്നെയായാലും ബെയ്ലിൻദാസിനെ അറസ്റ്റ് ചെയ്തതോടെ തനിക്ക് നീതി ലഭിച്ചുവെന്ന് അഡ്വക്കേറ്റ് ശ്യാമിലി ജസ്റ്റിൻ. തന്നെ അടിച്ചെന്ന് ബെയ്ലിൻദാസ് സമ്മതിച്ചുവെന്നും അതോടെ തന്നെ തനിക്ക് നീതി ലഭിച്ചുവെന്നും ശ്യാമിലി പറഞ്ഞു. ഓഫീസിൽ തന്നെ മർദ്ദിച്ചതിന് സാക്ഷികളുണ്ടെന്നും ഇനി ഇത്തരത്തിൽ ഒരാൾക്ക് പോലും അനുഭവമുണ്ടാകരുതെന്നും ആർക്കും ആരെയും കൈനീട്ടി അടിക്കാനോ ഉപദ്രവിക്കാനോ അവകാശമില്ലെന്നും അവർ പറഞ്ഞു. വയനാട് മേപ്പാടി 900 കണ്ടിയിൽ റിസോർട്ടിലെ ടെന്റ് തകർന്ന് വിനോദസഞ്ചാരിയായ യുവതി മരിച്ച സംഭവത്തിൽ റിസോർട്ട് നടത്തിപ്പുകാരായ 2 പേർ അറസ്റ്റിലായി. 900 കണ്ടിയിലെ എമറാൾഡിന്റെ ടെന്റ് ഗ്രാം എന്ന റിസോർട്ടിലെ നടത്തിപ്പുകാരായ സ്വച്ഛന്ദ്, അനുരാഗ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്തു. പക്ഷാഘാതം ഉണ്ടാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 12 ജില്ലാ ആശുപത്രികളിൽ സ്ട്രോക്ക് യൂണിറ്റുകൾ യാഥാർത്ഥ്യമാക്കിയെന്ന് മന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സമഗ്ര പക്ഷാഘാത പരിചരണ സെന്ററായി ഉയർത്തുമ്പോൾ പക്ഷാഘാതം ഉണ്ടാകുന്നവർക്ക് മികച്ച ചികിത്സയും അതിലൂടെ സാധാരണ നിലയിലുള്ള തുടർ ജീവിതവും ഉറപ്പാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. കോട്ടയം അയർക്കുന്നത്ത് മക്കളുമൊത്ത് അഭിഭാഷക ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ജോസഫിന്റെ ശബ്ദപരിശോധന നടത്തും. തിരുവനന്തപുരത്തെ ലാബിലാണ് പരിശോധന നടത്തുക. മരിച്ച ജിസ്മോളുടെ ഭർത്താവിന്റെ അച്ഛനാണ് ജോസഫ്. ജോസഫിന്റെ ഫോണിൽ നിന്ന് കണ്ടെത്തിയ ചില ശബ്ദ സന്ദേശങ്ങളിൽ വ്യക്തത വരുത്താനാണ് പരിശോധന നടത്തുന്നത്. മലപ്പുറം കാളികാവിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഗഫൂറിന്റെ കഴുത്തിൽ ആഴത്തിലുള്ള കടിയേറ്റു. ആഴത്തിലുള്ള മുറിവും രക്തം വാർന്നതും മരണകാരണമായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം നടന്നത്. നെടുമ്പാശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിലെ തർക്കത്തിനിടെ യുവാവിനെ കാറിടിച്ചു കൊന്ന കേസിൽ ആശുപത്രിയിൽ കഴിഞ്ഞ CISF ഉദ്യോഗസ്ഥരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളായ 2 CISF ഉദ്യോഗസ്ഥരെയും വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. ഉദ്യോഗസ്ഥർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതായും പോലീസ് അറിയിച്ചു. കലാഭവൻ മണി സ്മാരക മന്ദിരത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം 27 നടക്കും. ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തികൾ നടക്കുന്നത്. നാടൻ പാട്ടുകൾ സംരക്ഷിക്കുന്നതിനായുള്ള ഫോക്ലോർ അക്കാദമിയുടെ സബ് സെന്ററായി കലാഭവൻ മണി സ്മാരകം പ്രവർത്തിക്കും. ആലപ്പുഴയിൽ കോളറ സ്ഥിരീകരിച്ച തലവടി സ്വദേശി TG രഘു മരിച്ചു. തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ അർദ്ധരാത്രിയോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. രോഗത്തിന്റെ ഉറവിടം ആരോഗ്യ വകുപ്പിനെ കണ്ടെത്താനായിട്ടില്ല. തലച്ചോറിലെ അണുബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. തിരുവനന്തപുരം കല്ലറ സ്വദേശി ജോയിയുടെയും അജ്നയുടെയും മകൾ ജ്യോതിലക്ഷ്മിയാണ് മരിച്ചത്. 15 വയസ്സായിരുന്നു. ഞെക്കാട് ഗവൺമെന്റ് HSS 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. വീടിന് സമീപത്തെ തോട്ടിൽ ഒരു കാട്ടുപന്നി ചത്തുകിടന്നിരുന്നുവെന്നും ഈ തോട്ടിലെ വെള്ളത്തിലൂടെ നടന്നാണ് കുട്ടികൾ വീട്ടിൽ എത്തിയിരുന്നതെന്നും മരിച്ച കുട്ടിയുടെ കാലിൽ മുറിവുണ്ടായിരുന്നുവെന്നും വെള്ളത്തിലൂടെയുണ്ടായ അണുബാധയാണ് രോഗകാരണമെന്നുമാണ് സംശയമെന്നും ഡോക്ടർമാർ പറഞ്ഞു. Let's make this unforgettable. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. പോലീസിന്റെ വിലക്ക് മറികടന്ന് ബീഹാറിലെ ദർഭംഗയിലെ അംബേദ്കർ വെൽഫെയർ ഹോസ്റ്റലിലേക്ക് രാഹുൽ ഗാന്ധിയെ എത്തിച്ച് വിദ്യാർത്ഥികൾ. സർക്കാർ കെട്ടിട സമുച്ചയത്തിൽ വെച്ച് രാഷ്ട്രീയ സ്വഭാവമുള്ള പരിപാടി അനുവദിക്കില്ലെന്നായിരുന്നു ബീഹാർ പോലീസ് നിലപാടെടുത്തത്. എന്നാൽ വിദ്യാഭ്യാസ നീതി സംവാദം ഹോസ്റ്റലിൽ വെച്ച് തന്നെ നടത്തുമെന്ന് രാഹുലും NSU പ്രവർത്തകരും നിർബന്ധം പിടിക്കുകയായിരുന്നു. കർണാടകയിലെ കാർവാർ തുറമുഖത്ത് എത്തിയ ഇറാഖി ചരക്ക് കപ്പലിലുള്ള പാക് പൗരനെ തിരിച്ചയച്ച് കോസ്റ്റ് ഗാർഡ്. ഇയാളുടെ മൊബൈൽ ഫോണുകൾ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. കപ്പലിലുണ്ടായിരുന്ന സിറിയൻ പൗരന്മാരോടും കരയിൽ ഇറങ്ങരുതെന്ന് കോസ്റ്റ് ഗാർഡ് നിർദ്ദേശം നൽകി.
പെട്രോളിയം വസ്തുക്കളുമായി എത്തിയ ഇറാഖി കപ്പലായ MTR ഓഷ്യൻ എന്ന കപ്പലിലെ ജീവനക്കാരന് നേരെയാണ് നടപടി. മിഡിൽ ഈസ്റ്റ് പര്യടനത്തിന്റെ ഭാഗമായി UAE-യിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഓർഡർ ഓഫ് സയ്യിദ് ബഹുമതി നൽകി ആദരിച്ചു. UAE-യുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഓർഡർ ഓഫ് സയ്യിദ്. ട്രംപിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി അൽ വദാനിൽ ഒരുക്കിയ ചടങ്ങിൽ വെച്ച് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് സമ്മാനം നൽകി ആദരിച്ചത്. അമേരിക്കയും UAE-യും തമ്മിൽ ഒപ്പുവെച്ചത് $20,000 കോടി കരാറുകൾ. മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE-യിൽ എത്തിയപ്പോഴാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചത്. ഇതുകൂടാതെ 10 വർഷത്തിനിടെ അമേരിക്കയിൽ $1,00,000 കോടി നിക്ഷേപം UAE നടത്തുമെന്നും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 2.5 വർഷത്തിനിടെ ഹിമാചൽ പ്രദേശിൽ അടച്ചുപൂട്ടിയത് 1200 സ്കൂളുകളെന്ന് ഹിമാചൽ പ്രദേശ് വിദ്യാഭ്യാസ മന്ത്രി രോഹിത് താക്കൂർ. ഇതിൽ വിദ്യാർത്ഥികൾ ഇല്ലാത്തതിനാൽ മാത്രം അടച്ചുപൂട്ടിയത് 450 സ്കൂളുകളെന്നും മന്ത്രി. വിദ്യാഭ്യാസ വകുപ്പിനെ ശക്തിപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ നിരവധി സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്നും ആവശ്യമെങ്കിൽ സ്കൂളുകളുടെ ലയനവും പുനഃസംഘടനയും പരിഗണിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തുർക്കിയുടെ പുതിയ അംബാസഡറെ അംഗീകരിക്കുന്ന ചടങ്ങ് മാറ്റിവെച്ച് ഇന്ത്യ. സാങ്കേതിക വിഷയങ്ങൾ പറഞ്ഞാണ് രാഷ്ട്രപതിക്ക് ഉത്തരവ് കൈമാറുന്ന ചടങ്ങ് മാറ്റിയത്. രാഷ്ട്രപതി ഭവനിൽ ഇന്ന് നടക്കാനിരുന്ന ചടങ്ങാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ വിഭാഗം മാറ്റിവെച്ചത്. വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. ഏവിയേഷൻ കമ്പനിയായ സെലിബി ഏവിയേഷൻ ഇന്ത്യയുടെ സുരക്ഷാ അനുമതി ഇന്ത്യൻ അധികാരികൾ റദ്ദാക്കിയതിന് പിന്നാലെ വിശദീകരണവുമായി കമ്പനി. തുർക്കി ഉടമസ്ഥതയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് തെറ്റായ വിവരമാണെന്ന് കമ്പനി വ്യക്തമാക്കി. കമ്പനിക്ക് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗന്റെ കുടുംബവുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുയർന്നിരുന്നു. ടൗൺ പ്ലാനിംഗ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ വസതിയിൽ നിന്ന് 32 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത സ്വത്തുക്കൾ കണ്ടെത്തി. ED നടത്തിയ റെയ്ഡിൽ 8.6 കോടി രൂപയും 23.25 കോടി രൂപയുടെ സ്വർണ്ണ വജ്രാഭരണങ്ങളും പിടിച്ചെടുത്തു. മഹാരാഷ്ട്രയിലെ വസായ് വിരാർ സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷനിലെ ടൗൺ പ്ലാനിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ യുമി ഗാനു ശിവറെഡ്ഡിയുടെ വീട്ടിലായിരുന്നു റെയ്ഡ്. ലിയോണൽ മെസ്സി ഉടൻ കേരളത്തിലേക്കില്ലെന്നും ടീമിന്റെ ഈ വർഷത്തെ സൗഹൃദ മത്സരങ്ങളിൽ തീരുമാനമായെന്നും റിപ്പോർട്ട്. ഇതോടെ അർജന്റീന ഫുട്ബോൾ ടീം ഈ വർഷം ഇന്ത്യയിലേക്കില്ലെന്ന് ഉറപ്പായി. ഒക്ടോബറിൽ ചൈനയിൽ 2 മത്സരങ്ങൾ കളിച്ചേക്കും. അടുത്ത മാസത്തെ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾക്കുള്ള അർജന്റീന ടീമിനെ പ്രഖ്യാപിച്ചു. ജൂണിൽ ചിലിക്കും കൊളംബിയയ്ക്കും എതിരായ മത്സരങ്ങൾക്കുള്ള ടീമിനെയാണ് കോച്ച് ലിയോണൽ സ്കലോണി പ്രഖ്യാപിച്ചത്. പരിക്കിൽ നിന്ന് മുക്തനായ നായകൻ ലിയോണൽ മെസ്സി ടീമിൽ തിരിച്ചെത്തി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം അലയാൻദ്രോ ഗർനാച്ചോയും ടീമിൽ തിരികെ എത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസ് ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.